ദിയ കൃഷ്ണയുടെ ഈ ഒരു ഡെലിവറി വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടോ. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനും ഒരു അമ്മയാണല്ലേ. ഒരു അമ്മയാകുന്ന ആ ഒരു നിമിഷം കൺമുന്നിലൂടെ കാണാൻ പറ്റിയപ്പം അതൊരു വല്ലാത്ത സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ദിയ അനുഭവിച്ചിട്ടുള്ള ആ വേദന എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം വേദനയ്ക്കപ്പുറം ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. ഒരു സ്ത്രീയുടെ സഹനവും കരുത്തും ഒക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് അമ്മയാകുന്ന ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടൊപ്പം തന്നെ ഒരു അമ്മയും ജനിക്കുകയാണല്ലേ. അതും ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും ഒടിഞ്ഞു നുറുങ്ങുന്ന വേദനയിലും ആ സ്ത്രീക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴാണ്. അത് അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു നിർവൃതിയാണ്. ഒരു സന്തോഷവും സങ്കടവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അനുഭവമാണ്. ആദ്യം തന്നെ ഈ ഒരു ഫാമിലിക്ക് ഞാൻ നന്ദി പറയാണ് കേട്ടോ, വീണ്ടും ഇങ്ങനൊരു രംഗം കൺമുന്നിലൂടെ കാണിച്ചു തന്നതിന്. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോസിനൊന്നും ഇത്രത്തോളം ഒരു ആക്സെപ്റ്റൻസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല അല്ലേ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ്റെ കളിമണ്ണ് എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൻ്റെ സമയത്ത് ഇതുപോലെ ഡെലിവറി രംഗം ചിത്രീകരിച്ചിരുന്നു. അന്നൊക്കെ വളരെയധികം എതിർപ്പാണ് സോഷ്യൽ മീഡിയയിൽ ശ്വേതാ മേനോനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു മലയാളികളുടെ മനസ്സൊക്കെ കുറേ അധികം വലുതായി എന്നുള്ളത്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും അത്ര വലിയ കാണാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല, ഇതൊക്കെ ചുറ്റിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാര്യം, ഒരു തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇവിടെ ദിയ കൃഷ്ണ വളരെ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. കാരണം ദിയ കൃഷ്ണയുടെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ഘട്ടത്തിലും അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഘട്ടത്തിലും മുഴുവൻ ഫാമിലിയും കൂടെയാണ്. സിബ്ലിങ്സ് കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട്, ഭർത്താവ് കൂടെയുണ്ട്. ഇതിലും വലിയൊരു ഭാഗ്യം ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ ഇനിയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയട്ടെ, നമ്മുടെ ചുറ്റിലും വളരെ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യം ലഭിക്കുന്നതല്ലേ. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് അവിടെ മാതാവിനും പിതാവിനും ഒരേപോലെ പങ്ക് ഉള്ള ഒരു കാര്യമാണല്ലേ. അപ്പം ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗഭാക്കാവാനായിട്ട് അച്ഛനും അമ്മയ്ക്കും സാധിക്കണം എന്നുള്ളതാണ്. മോസ്റ്റ്ലി നമ്മുടെ ചുറ്റിലും കാണുന്നത് അമ്മമാർ മാത്രമാണ് ഈ ഒരു സന്തോഷ നിമിഷം ആദ്യമായി അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു രംഗം ഒരു ഭർത്താവിനും കാണാൻ സാധിക്കുമെങ്കിൽ അത് ഭർത്താവിന് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുക, ഒരു ജീവൻ നമ്മിലൂടെ പുറത്തേക്ക് വരിക, അതിന് നമ്മൾ കാരണമാകുക എന്ന് പറയുന്നത്, അതിന് കാഴ്ചക്കാരാവുക എന്ന് പറയുന്നതും അത് വലിയൊരു സംഭവമാണ്. വല്ലാത്തൊരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. എത്ര പേര് ഇതിനൊക്കെ അംഗീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് വല്ലാതെ റിലേറ്റ് ചെയ്യാനും തോന്നി, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരു ഡെലിവറി സമയത്തും അല്ലെങ്കിൽ കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളുടെയും ഡെലിവറി സമയത്ത് അവർ ലേബർ റൂമിൽ ഒറ്റയ്ക്കായിരിക്കും. ആ ഒരു ഇരുട്ടുമുറിയിൽ വേദനയും സഹിച്ച് ശരീരത്തിലെ ശക്തി മുഴുവൻ ചോർന്നു പോയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും. ഇപ്പം എൻ്റെ ഡെലിവറി സമയത്ത് ഞാൻ ഈ വേദന സഹിച്ച് എൻ്റെ ശക്തി മുഴുവൻ കയ്യിൽ നിന്ന് പോയിട്ടും ഞാൻ നേഴ്സിനോട് പറയാണ്, നേഴ്സേ എനിക്ക് സിസേറിയൻ മതി, എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ, ഡോക്ടറെ ഒന്ന് വിളിക്കൂ എന്ന് ഞാൻ പറയുന്ന ഘട്ടത്തിൽ എൻ്റെ വാക്കുകൾ കേൾക്കാനോ അതിനൊരു മറുപടി പറയാനോ നേഴ്സ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർക്ക് ഇത്തരം കേസുകൾ ഒരുപാട് അവരുടെ കൈകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് അവർക്ക് ഇതൊരു വലിയൊരു പ്രശ്നമല്ലായിരിക്കാം. പക്ഷെ പുതിയ ഒരു അമ്മയാകാൻ പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ സമയത്ത് കിട്ടുന്ന ഒരു കെയറും പരിഗണനയും ഒക്കെ അതൊരു വലിയൊരു സംഭവമാണ്. അത് അവർക്ക് കിട്ടേണ്ട ഒരു അവകാശമാണ്. അത് നിഷേധിക്കപ്പെടുകയാണ് മറ്റു പല കാരണങ്ങൾ കൊണ്ടും. അപ്പം
ഇനിയുള്ള സ്ത്രീകൾക്കും ഈ ഒരു വീഡിയോ പ്രചോദനമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് ഭർത്താവിനും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഭർത്താവിനെ സംബന്ധിച്ചിട്ട് അതൊരു അതൊരു വലിയൊരു കാര്യമാണ്. ആ ഒരു സന്തോഷത്തിൽ പങ്കാളിയാവുക എന്നൊക്കെ പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. അതിനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടട്ടെ എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പം ഇതുപോലെ ലേബർ റൂമിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകളുണ്ടായിരിക്കില്ല. പലർക്കും പല അനുഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം കേട്ടോ. അത് വായിക്കുന്ന ഒരുപാട് അമ്മയാകാൻ പോകുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വളരെയധികം ഉപകാരമാവും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിയയുടെ ഈ ഒരു ഡെലിവറി സമയത്ത് ആ സിബ്ലിങ്സ് കൊടുത്തിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണല്ലേ. അവർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, നിനക്കിത് പറ്റും എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ആ ഒരു സ്ത്രീക്ക് കിട്ടുന്ന ആ ഒരു ബലമുണ്ടല്ലോ, ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ അശ്വിൻ ദിയയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അശ്വിൻ വളരെ നല്ലൊരു ഹസ്ബൻഡാണ്. അശ്വിൻ ദിയയ്ക്ക് താങ്ക്സ് പറയുന്നുണ്ട്. താങ്ക്സ് പറയുന്നതിലല്ല കേട്ടോ കാര്യം. ദിയയ്ക്ക് ഒരു 4 പുഷ് എടുത്തപ്പോഴേക്കും കുട്ടി വന്നല്ലോ എന്നുള്ളത് അശ്വിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദിയയുടെ ഓരോ മാറ്റങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു അശ്വിനെയാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് തിരിച്ച് വീണ്ടും ദിയേനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. പിന്നെ ദിയയുടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദിയ ഇഞ്ചക്ഷനെ പോലും പേടിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് വീഡിയോകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ദിയ സ്വയം പറയാണ്, എനിക്കിത് സാധിച്ചല്ലോ, അതായത് എനിക്കൊരു അമ്മയാകാൻ സാധിച്ചല്ലോ. അത് ദിയ സ്വയം വിശ്വസിക്കുന്നത് എനിക്ക് സാധിക്കാത്ത ഒരു കാര്യമായിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു ഇഞ്ചക്ഷനെ പോലും പേടിയുള്ള തനിക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പം ദിയയെ സംബന്ധിച്ച് ഒരു പ്രൗഡ് മൊമെൻ്റ് ആണെന്നാണ് ദിയ ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ദിയയും അച്ഛനുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. ദിയ പറയുന്ന കാര്യമുണ്ട്, കുഞ്ഞിനെ അച്ഛൻ കണ്ടോ എന്നുള്ളത്. ഈ ഒരു വാക്കുകളിലൂടെ ആ അച്ഛൻ മകൾ ബന്ധം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ കൺമുന്നിലൂടെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് ആ ഒരു കുടുംബത്തിൻ്റെ ബോണ്ടിങ് കാണുമ്പം. അപ്പം ഇനിയും നല്ല രീതിയിൽ ആ ഒരു കുടുംബം മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലും ഉള്ള പല സ്ത്രീകൾക്കും ഇന്നും കിട്ടാക്കനിയാണല്ലേ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലായാലും ശരി, പേരക്കുട്ടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാവും. പക്ഷേ ഈ പേരക്കുട്ടികൾക്ക് ജന്മം നൽകിയ സ്ത്രീകൾക്ക് യാതൊരുവിധ വിലയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ കാലത്തും അത്തരത്തിലുള്ള ഒരു വിഷമം സങ്കടം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റിലുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ആ സ്ത്രീകൾക്കും ഒരു പ്രാധാന്യം ലഭിക്കട്ടെ എന്നുള്ളതാണ് കേട്ടോ. ഇത് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാൻ തോന്നുകയാണ്. കാരണം എനിക്ക് ചുറ്റിലും അല്ലെങ്കിൽ ഞാൻ തന്നെയും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് യാതൊരു പരിഗണനയും യാതൊരു വിലയും യാതൊരുവിധ സ്വാതന്ത്ര്യവും കൊടുക്കാത്തൊരു ആളുകൾ ഇന്നും നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അവർക്കും കൺ തുറക്കാവുന്ന ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോ മാറട്ടെ എന്നുള്ളത് എനിക്ക് പേഴ്സണലി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി. താങ്ക്